ഹായ് ഓൾ, എൻ്റെ പേര് അന്ന. ഞാൻ ഒരു ക്രോഷേ ബിഗിനറാണ്. ഇപ്പം രാവിലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചുകൊണ്ട് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ലൊരു റിഫ്രഷിങ് ഫീലാണ്. ഇത് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് ഇക്കിഗായ്. മിക്കവർക്കും തന്നെ അറിയായിരിക്കും. നല്ല ഫേമസ് ആണ്. നല്ല രസമാണ് വായിക്കാൻ. നല്ല തോട്ട്ഫുൾ തിങ്സൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ എൻ്റെ ഡേ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെ ഇന്ന് ചെയ്യണം എന്നുള്ളൊരു ടു ഡു ലിസ്റ്റ് ആക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൻ്റെ അസംബ്ലിംഗ് ആണ്. ഇത് ടൂലിപ്പ് ഫ്ലവറാണ്. ഞാനിപ്പോൾ പെറ്റൽസും ലീഫും ഒക്കെ മറ്റൊരു ദിവസം ചെയ്ത് വെച്ചതാണ്. ഇന്നത് ജസ്റ്റ് ഒട്ടിക്കുന്നു, അസംബിൾ ചെയ്യുന്നു. അതാണ് ഇന്നത്തെ ടാസ്ക്. ഞാൻ ഇപ്പോൾ ക്രോഷേ തുടങ്ങിയിട്ട് ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഒരു 1 വീക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സ്റ്റിച്ചസ് പഠിക്കണം. അപ്പോൾ യൂട്യൂബും അങ്ങനെ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഞാൻ പഠിച്ചെടുക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ഈസിയായി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കിട്ടും. അടിപൊളിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഫ്ലവറും പിന്നെ ഒരു ഇയറിങ്, ബുക്ക് മാർക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയി കഴിയുമ്പം വലിയ വലിയ പ്രോജക്ട്സൊക്കെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഞാൻ ക്രോഷയ്ക്കൊക്കെ നല്ല വില കണ്ട് ഞാൻ ഓർക്കാറുണ്ടായിരുന്നു, ഇതെന്താണ് ഇത്ര വില ഇതിന് വരുന്നതെന്ന്. അത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് നല്ല പണിയുള്ള സാധനമാണ്, നല്ല ടൈം എടുക്കും. പിന്നെ ഇതിൻ്റെ യാൺസ്, ഹുക്ക്, യാൺസിന് തന്നെ നല്ല വിലയുണ്ട്. നമുക്ക് 100 ഗ്രാമിനൊക്കെ ഏകദേശം 200 റുപ്പീസിനോട് അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റായ ക്രോഷയ്ക്ക് ഇത്ര വില വരുന്നത്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്ലൂഗൺ ആണ് നല്ലത്. അത് വെച്ച് ചെയ്യുമ്പം നന്നായിട്ടിരിക്കുന്നൊക്കെയുണ്ട്. പിന്നെ ആ വേസിൽ കാണുന്ന ഫ്ലവേഴ്സൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആദ്യമൊക്കെ ചെയ്ത് സൺഫ്ലവർ ആയിരുന്നു. സൺഫ്ലവർ നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇപ്പോൾ ഇങ്ങനെ മൾട്ടി കളർ റോസ് അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ടൂലിപ്പ് അസംബ്ലിങ് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ബൂട്ടീസ് മേക്കിംഗ്. ഒരു ബൂട്ടി 1 പെയർ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മറ്റേ പെയർ ചെയ്യാനായിരുന്നു ഇന്നത്തെ എൻ്റെ ടാസ്ക്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചു നല്ല പാടായിരിക്കുന്നു, പക്ഷെ ചെയ്ത് വരുമ്പം എളുപ്പമാണ്. സ്റ്റിച്ചസൊക്കെ ഓർത്തിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നിരുന്ന് ടൈം പോയതേ അറിഞ്ഞില്ല. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഡെക്കറേഷൻസൊക്കെ കൊടുക്കാം. അതെല്ലാം വേറൊരു ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഈ 2 ടാസ്ക് ആയിരുന്നു ഇന്നത്തെ. അത് രണ്ടും ചെയ്ത് തീർത്തു. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രസമുണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.